വീണ്ടും ഒരു ജനനം ഉണ്ടെങ്കിൽ, വീണ്ടും ഒരു കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളി തന്നെ വേണമെന്നുള്ളവരൊന്ന് കൈവക്കാം. പൊക്കും. കാരണം എന്താണ്, അല്ലെങ്കിൽ അവള് അച്ഛാ എടി ഇന്ന് അവിടെ അവൾ പൊക്കിയെന്നുകൊണ്ട് നമ്മുടെ ചേട്ടനോട് ഇന്ന് തീർന്നു നമ്മുടെ ജീവിതം. അച്ഛാ ഞാൻ സ്നേഹിക്കുന്നു, കൊച്ചു ധ്യാനത്തിന് വന്നിട്ടുണ്ട്, അവളെ 3 ദിവസം കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് വന്നായിരുന്നു. എടി എന്താണ് സ്നേഹിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു. ഇഷ്ടം എന്ന് പറയുന്നത് കഷ്ടപ്പാട് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകണമെന്നാണ് ഇഷ്ടം. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. എൻ്റെ വീട്ടിലെ സഹനം അപ്പുറത്തെ വീട്ടിലെ ആളറിയരുത്. നമ്മുടെ മക്കളെ ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും, പക്ഷേ കോളറിന് കുടിച്ച് കൂത്തിപ്പിടിച്ച് അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കണം. ഒരെണ്ണത്തിനെ വിശ്വസിച്ചേക്കല്ലേ. അച്ഛ അങ്ങനെയൊക്കെ പറയല്ല, പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ പോലെ വീട്ടിൽ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. MDMA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അമ്മമാർ ഈ ഒരു കാര്യത്തിനെതിരെ നിൽക്കാനായിട്ട്, അടിയുറച്ച് നിൽക്കാനായിട്ട്, ചങ്കുറപ്പടെ നിൽക്കാൻ പറ്റിയ ഇത് അങ്ങനെ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റും. നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കൊച്ചുമക്കളോട് അവർ വിവാഹിതരാകാൻ പോകുമ്പോൾ അവരോട് പറയേണ്ടത്, നിങ്ങൾ ആഴമായ ബോധ്യത്തോടുകൂടെ തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഉദരത്തിലേക്ക് കുഞ്ഞിനെ സ്വീകരിക്കാവൂ.